മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. കേരളത്തിൽ മഴ പെയ്യുന്നുണ്ട് എന്ന എൻ്റെ തോന്നൽ ഗുരുതരമായ മാനസിക പ്രശ്നമാണെന്ന് മനസ്സിലായി. മുഖ്യമന്ത്രിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഭക്ഷണം കഴിച്ചുപോയി, ഇനി കഴിക്കാതിരിക്കാം, ഇങ്ങനെയാണോ ദുരന്തകാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി പരിഹസിക്കേണ്ടത്? നിങ്ങൾ ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളൊരു സാധാരണ ജനമല്ല. 3.5 കോടി ജനങ്ങളെ ഭരിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ സംസ്ഥാനം വലിയ ഒരു ദുരന്തത്തിൽ പെട്ടുകിടക്കുമ്പോൾ, മനുഷ്യൻ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്യുമ്പോൾ അങ്ങേക്ക് ഒഴിവാക്കാൻ കഴിയാത്ത പരിപാടികളായിരുന്നില്ലല്ലോ തുലാഭാരവും വിരുന്നും സ്വർണ്ണക്കട ഉദ്ഘാടനവുമൊക്കെ. ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് കാസർഗോഡ് പോകണമെന്നില്ല. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഭക്ഷണം എത്തും, ഇല്ലേ? ഇല്ലെങ്കിൽ പറയണം. ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിത്തരാൻ ജനങ്ങൾ തയ്യാറാണ്. അപ്പോൾ വിമർശനങ്ങളോടും ചോദ്യങ്ങളോടും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് ഒരു പൊതുപ്രവർത്തകനും ഭരണാധികാരിക്കും ചേർന്നതല്ല. അതിന് കഴിയുന്നില്ലെങ്കിൽ ഈ വേഷം അഴിച്ചു വെച്ചിട്ട് പോകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. മുൻ മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. താങ്കളുടെ പക്വത ഇല്ലായ്മയാണ് ഇതിലൂടെ തെളിയുന്നത്. താങ്കൾ കേരളത്തിലെ ജനങ്ങളെല്ലാം പൊട്ടന്മാർ ആണെന്നാണോ കരുതിയിരിക്കുന്നത്? UDF വിജയിപ്പിച്ചതുകൊണ്ട് അങ്ങനെ കരുതേണ്ടതില്ല. ജനങ്ങൾ വിമർശിക്കും, അതിന് കാരണവുമുണ്ട്. മുൻ സർക്കാർ ചെയ്തു വച്ച ഒരു മാതൃകയുണ്ട്. സ്വാഭാവികമായും ജനങ്ങൾ താരതമ്യം ചെയ്യും, അതിലും മികച്ചത് ആഗ്രഹിക്കും. അസ്വസ്ഥനായിട്ട് കാര്യമില്ല. തെറ്റുതിരുത്തി മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത്.